എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ ആൾക്കാർ പറ്റിക്കപ്പെട്ട ഒരു ചെടിയെ പറ്റിയാണ്. ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നും കൂടിയാണ് കസ്തൂരി മഞ്ഞൾ. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഇവിടെ കാണുന്നത് ഞാൻ 3 തരം മഞ്ഞളുകളാണ്. അതിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് പലരും കൊടുക്കുന്ന ഒന്നാണിത്. കണ്ട ഇതിനകത്തൊരു ബ്ലൂ ലൈൻ ഉണ്ട്. ഇത് ചെണ്ണക്കൂവയാണ്. കാട്ടുകൂവ, ചെണ്ണക്കൂവ എന്നൊക്കെ പലരും പല പേരിൽ പല നാടുകളിൽ പറയുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ എല്ലാത്തിനും. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക് മുറിച്ച് കഴിയുമ്പോൾ ചെറിയൊരു മഞ്ഞ കളറുണ്ട്. ഇത് കണ്ടോ, ഇത് എഡിബിളല്ല, ചെറുതായിട്ട് പോയിസണസ് ആണ്. കുർക്കുമിൻ അല്പം പോലും ഇല്ലാത്ത ഒരു വർഗമാണ് ഇത്, ചെണ്ണക്കൂവ എന്ന് പറയുന്നത്. പലരും പറയുന്ന ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് പലരും കൊടുക്കുന്നുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പക്ഷേ ചിലപ്പോൾ പറ്റിക്കാനായിരിക്കാം, അറിയില്ല. നമ്മളാരും ബ്ലെയിം ചെയ്യാനല്ല ഈ വീഡിയോയെ. പക്ഷെങ്കിൽ നമുക്കിവിടെ ഈ 3 പ്ലാന്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ്. ഇതിന് വളരാൻ ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഇതിൽ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നമ്മുടെ കിഴങ്ങുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങ്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ മുഖ സൗന്ദര്യ വർദ്ധക മരുന്നുകളിൽ, ക്രീമുകളിൽ, ഫേഷ്യൽ, മാസ്ക്, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഉപയോഗിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. കാരണം മെഡിക്കലി ഒത്തിരി ഗുണമുണ്ടെന്ന് പറയുന്ന ഇത്, ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷണലല്ല, ഞാൻ ക്വാളിഫൈഡ് ആളല്ല. പക്ഷെങ്കിൽ ഞാനിത് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് എന്ന് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ള മാർഗം പറഞ്ഞു തരിക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രീം കളറാണ്. നമുക്ക് മഞ്ഞൾ പോലെ തന്നെയാണ് ഇത് ഉണ്ടായി വരുന്നത്. പക്ഷെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഒരു ക്രീം കളറാണ്. കസ്തൂരി മഞ്ഞളിന് ആ മഞ്ഞളിൻ്റെ ഇലയുമായിട്ട് സാമ്യം എന്നുള്ളതല്ലാതെ, ഈ കിഴങ്ങുമായിട്ടുള്ള ഷേപ്പിൽ സാമ്യം എന്നല്ലാതെ കളറിൽ യാതൊരു സാമ്യവും ഇല്ല. മഞ്ഞ കളറ് ഇല്ല. കസ്തൂരി മഞ്ഞൾ മഞ്ഞ അല്ല, ക്രീം കളറ് ആണ്. നമ്മൾ മേടിക്കുന്ന കടകളിൽ, ഞങ്ങൾ ഒരിക്കൽ വയനാട്ടിൽ പോയപ്പോൾ ഈ വഴി സൈഡിൽ ഈ ഖാദിയുടെയൊക്കെ കുറേ കടകളുണ്ടല്ലോ, അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് മഞ്ഞ കളറ്. ഞാൻ പറഞ്ഞു ഇത് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞിട്ട്, ഖാദിയല്ലേ, നമുക്ക് സർക്കാരിൻ്റെ സ്ഥാപനമല്ലേ, അതൊക്കെ അത് ഒറിജിനലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ തർക്കിക്കാൻ നിന്നിട്ടില്ല. പക്ഷെങ്കിൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ്. നിങ്ങൾക്കത് ഈസി ആയിട്ട് വീട്ടിൽ വളർത്താം. അപ്പോൾ ഇവിടെ ഫ്ലോറിഡയിലോ അമേരിക്കയിലോ ഉള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ വീട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഇതിന് വളർച്ച പൂർത്തിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചട്ടിയിൽ നിങ്ങൾക്ക് വളർത്താം. അത് ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് കൃഷിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. വേഗം കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് ഒരു പോട്ടിലകത്ത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ റിലീസ് ഫെർട്ടിലൈസറും കൂടെ ഇട്ടങ്ങ് വെക്കുക. അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് ചെയ്യണമെങ്കിൽ എല്ലുപൊടി മാത്രം ഇട്ടിട്ട് വെക്കുക, കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇടുക. 1 വർഷം കൊണ്ട് ചട്ടി നിറയും. നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഉണങ്ങിപ്പൊടിച്ച് വെക്കാം, മുഖ സൗന്ദര്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറയുക, ഞാൻ ക്വാളിഫൈഡ് ആളല്ല, മെഡിക്കൽ പ്രൊഫഷൻ അല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്തോളുക. അപ്പം ഈ സാധനം ഒറിജിനലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ഇത് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കിട്ടിയാലും മതി, ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടെങ്കിലും മതി. അത് പോകുകയല്ല, വേഗം ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ച് ടീനേജ് പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ, പിള്ളേർക്ക് മുഖക്കുരു ഒക്കെ വരുന്ന പ്രായമാണ് ആ സമയത്ത് ഈ കസ്തൂരി മഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ, എല്ലാവരും നാട്ടിലൊക്കെ ചെയ്യുന്നതാണ്, ആര്യവേപ്പിൻ്റെ ഇല, കസ്തൂരി മഞ്ഞൾ, ചെറുനാരങ്ങായ, തേന്, ഇതെല്ലാം കൂടി മുഖത്ത് പേർട്ടുന്നത് കാണാം. അപ്പം അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല, ആയുർവേദമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ സാധനത്തിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പം ഈ ഒരെണ്ണം നമ്മൾ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് വിളവെടുക്കാം. നിങ്ങൾക്ക്, നിങ്ങളുടെ അയൽക്കാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് വീട്ടിൽ കീപ്പ് ചെയ്യാം. നല്ലൊരു നിങ്ങൾ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞൾ ഒരിക്കലും മഞ്ഞ നിറമല്ല, കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പലർക്കും പല രീതിയിൽ പല സൈസ് കരിയിഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ കൂവകൾ പലതുണ്ട്. ഇതെല്ലാം ഇല കണ്ടാൽ നമുക്ക് ഷേപ്പ് തിരിച്ചറിയത്തില്ല, കായ കണ്ടാലറിയാം. ഇതിനകത്തെ വേറൊരു ഐഡൻറ്റിഫിക്കേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഏറ്റവും വലുതായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷന് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തു, ഇവിടെ മണം വന്നു. നല്ല കർപ്പൂരത്തിൻ്റെ മണമാണ്, നല്ല സ്മെല്ലാണ്. കർപ്പൂരം നമ്മൾ എടുക്കുന്ന അതേ മണമാണ്. അതാണ് ഇതിനകത്തെ ഐഡൻറ്റിഫിക്കേഷൻ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം. മുറിച്ച് കഴിയുമ്പോഴേ കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടാകും. അതാണ് കസ്തൂരി മഞ്ഞൾ. സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ.